തലശ്ശേരി അതിരൂപതയിലെ വായാട്ടുപറമ്പ് സെന്റ് ജോസഫ്സ് ഇടവകക്കാർക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള യൗസേപ്പിതാവിന്റെ രൂപവും ആ രൂപം സ്ഥാപിച്ചിരുന്ന പഴയ പള്ളി പൊളിച്ചപ്പോഴുണ്ടായ അപകടവുമൊക്കെ ഇടവകക്കാർ ഓർക്കുന്നുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ഓരോ ദിവസവും യൗസേപ്പിതാവിന്റെ മധ്യസ്ഥം തേടി ഇവിടെ എത്തുന്നത്. വായാട്ടുപറമ്പ് പ്രദേശം മലബാറിലെ ആദ്യ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1928 ആദ്യ കുടിയേറ്റക്കാർ ഇവിടെ എത്തുന്നത്. പേരാവൂരും കോളയാടുമൊക്കെ ഇതേ സമയത്ത് തന്നെയാണ് കുടിയേറ്റക്കാർ എത്തിച്ചേർന്നത്. 1928 ഇവിടെ എത്തിയ കുടിയേറ്റക്കാർക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത് തളിപ്പറമ്പ് തൃച്ചംബരത്തുണ്ടായിരുന്ന സെൻറ്റ് പോൾസ് ദേവാലയമാണ്. ഇവിടെ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയപ്പോൾ 28 അവസാനം മുതൽ തന്നെ ഇവിടെയുള്ള ഭവനങ്ങളിൽ വന്ന് അന്നത്തെ കോഴിക്കോട് രൂപത അംഗങ്ങളായിരുന്ന മിഷണറി അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. 1929 ആയപ്പോഴേക്കും താഴത്തങ്ങാടിയിൽ ചെറിയ ഒരു ഷെഡ് കെട്ടി അവിടെ വിശുദ്ധ കുർബാന ആരംഭിച്ചു. 1931 ഇപ്പോൾ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഒരു ദേവാലയം ആരംഭിക്കുകയും 1934 അന്നത്തെ കോഴിക്കോട് രൂപതയിലെ അധ്യക്ഷൻ പ്രൊഫസർ തിരുമേനി ഈ ദേവാലയം സന്ദർശിക്കുകയും ചെയ്തത്. അത്രയും പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഇപ്പോൾ ശതാബ്ദിയോട് അടുക്കുന്ന ഒരു ദേവാലയമാണ് വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ്സ് ദേവാലയം. മലബാറിലെ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്ഥാപിതമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആദ്യ ദേവാലയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ച് പറയാം. മറ്റ് പല സ്ഥലങ്ങളിലും ചുറ്റുമുണ്ടായിരുന്ന ലത്തീൻ ദേവാലയങ്ങളെ കൂടുതൽ വർഷങ്ങൾ ആശ്രയിച്ചപ്പോൾ ലത്തീൻ വൈദികർ ഇവിടെ വന്ന് ദേവാലയം ആരംഭിച്ച് ഇവിടെ തന്നെ വിശുദ്ധ കുർബാന കുടിയേറ്റത്തിൻ്റെ ആരംഭ നാടുകളിൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് വായാട്ടുപറമ്പിൻ്റെ ഒരു പ്രത്യേകത. അന്ന് 1930കളുടെ ആരംഭത്തിൽ ആരംഭിച്ച ഈ ദേവാലയത്തിൽ അന്നത്തെ മിഷണറി അച്ഛന്മാർ മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച പഴയ ഒരു വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. അതാണ് ഈ ദേവാലയത്തിൽ അനേക വർഷങ്ങൾ കുടിയേറ്റക്കാർക്ക് ആശ്രയമായി അവർ പ്രാർത്ഥിക്കാനായി മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയും എണ്ണ നിറച്ച് നടത്തുകയും ചെയ്തിരുന്ന തിരുസ്വരൂപം. ആ തിരുസ്വരൂപം കാലപ്പഴക്കത്തിൽ അല്പം അംഗഭംഗങ്ങൾ വന്നതിനെ തുടർന്ന് മാറ്റിവെക്കുകയുണ്ടായെങ്കിലും പുതിയ ദേവാലയം ഉണ്ടായതിനു ശേഷം ഇവിടെ കപ്പേള നിർമ്മിച്ചപ്പോൾ പുതിയ രൂപം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും പഴയ രൂപം നന്നാക്കിയെടുത്ത് അതിനെ തിരുനാളുകൾക്ക് വേണ്ടി മാത്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുക. തിരുനാൾ അവസരങ്ങളിൽ പഴയ രൂപമാണ് രൂപക്കൂട്ടിൽ എഴുന്നള്ളിച്ച് വെക്കുന്നതും പ്രദക്ഷിണത്തിനായി കൊണ്ടുപോകുന്നതും. വിശുദ്ധ യൗസേപ്പിതാവിനുള്ള ഭക്തി വായാട്ടുപറമ്പ് പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവർക്കുമുണ്ട്. ഈ കപ്പേളയിൽ എല്ലാ ശനിയാഴ്ചകളിലും എണ്ണ നിറച്ചയ്ക്കായി ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു. ഈ കപ്പേളയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ വന്ന് മെഴുകുതിരി കത്തിച്ച് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവിനുള്ള ഭക്തി ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. കാരണം കുടിയേറ്റത്തിൻ്റെ ആരംഭകാലങ്ങളിൽ മുതൽ അവർ അനുഭവിച്ചറിഞ്ഞതാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ പരിപാലനയുടെ ബലം. വിശുദ്ധ യൗസേപ്പ് എന്ന കുടിയേറ്റക്കാരുടെ മധ്യസ്ഥൻ ഈ നാടിനെ എപ്പോഴും കാത്തു സംരക്ഷിക്കുകയാണ്. ഇവിടെ പുതിയ ഒരു ദേവാലയം ഉണ്ടായപ്പോൾ പഴയ ദേവാലയം ഒരു പാരിഷ് ഹാളാക്കി മാറ്റുകയും പിന്നീട് സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ദേവാലയത്തിൻ്റെ പഴയ ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിൻ്റെ കെട്ടിടം പൊളിച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഒരു അവസരത്തിൽ ഉണ്ടായ ഒരു അപകടം ഈ പ്രദേശത്ത് വളരെ ഭീകരമായ രീതിയിൽ ഇടിവെട്ടുകയും സ്കൂളിലൊരു അധ്യാപകൻ മരിക്കുകയും കുറേയേറെ അനിഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ നാട്ടുകാർക്ക് വലിയ ഒരു ഭയമുണ്ടായി. ഇത് പഴയ ദേവാലയവും പഴയ യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം നിന്നിരുന്ന സ്ഥലവുമൊക്കെ മാറിപ്പോയതിൻ്റെ ഒരു ശിക്ഷ പോലെയാണോ എന്നുള്ളൊരു ഭയം, അതൊരു എല്ലാവരിലേക്കും അങ്ങനെ ഒരു ചിന്ത വ്യാപിച്ചപ്പോൾ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സ്രാമ്പിക്കലച്ചൻ വീണ്ടും പണി കഴിപ്പിച്ചതാണ് ഈ കൊച്ചു കപ്പേള. ഈ കൊച്ചു കപ്പേള അന്ന് മുതൽ ഇന്ന് വരെ അനേകർക്ക് ആശ്രയവും അഭയവുമായി നിലനിൽക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും
വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെയും ഒരു ഇടമാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പഴയ രൂപം അത് വളരെ ചൈതന്യം നിറഞ്ഞ ഒരു രൂപമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച പഴയകാല ഇറ്റാലിയൻ രീതിയിലുള്ള ഒരു രൂപമാണ്. ആ രൂപം നമ്മൾ പ്രധാന വിശേഷ ദിവസങ്ങൾ മാത്രമാണ് പുറത്തെടുക്കാറുള്ളത്. നമ്മുടെ ഈ കപ്പേളയിലെ ഒരു പ്രത്യേകത, ഇവിടെ എണ്ണ നേർച്ചയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിളക്കും അതിന് മുകളിലുള്ള ഒരു കുരിശുമാണ്. ഈ കുരിശിൻ്റെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു പ്രത്യേകത, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഒരു രൂപം കൂടി ആ കുരിശിൽ സ്ഥാപിതമായിട്ടുണ്ട്. അത് മറ്റെങ്ങും കാണാത്ത ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ അത് അന്നത്തെ സ്ലംബിക്കലച്ചൻ്റെ ഒരു ഭാവനയിൽ ഉദിച്ചതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിലും അത് വളരെ സവിശേഷമായി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു നിലവിളക്കും. ഇവിടെ അനേകം ആളുകൾ പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ വന്ന് അതുപോലെ തിരുനാൾ ദിനങ്ങളിൽ വന്ന് എണ്ണ നിറച്ച് നടത്താറുണ്ട്. അവരുടെ പ്രത്യേകമായ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന പള്ളികളിൽ പിതാവിൻ്റെ വർഷത്തിൽ തീർത്ഥാടന പള്ളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവയിൽ ഒന്നാണ് വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് ദേവാലയം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഒരു തീർത്ഥാടന ദേവാലയം എന്നുള്ള നിലയിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു പദവി അതിന് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആളുകൾ തീർത്ഥാടകരായി എത്തിച്ചേരുന്ന ഒരിടമാണ് ഈ വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് ദേവാലയം. എൻ്റെ പേര് ജേക്കബ് എന്നാണ്, ബേബി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. വളയത്ത്. ഞാൻ വായട്ടുറമ്പിൽ 1965 വായട്ടുറമ്പ് ഇടവകയിൽ വന്നതാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദേവാലയം വായട്ടുറമ്പിൽ ഇപ്പോൾ 100 വർഷം തികയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഈ വായട്ടുറമ്പിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഈ ദേവാലയത്തിൽ സ്ഥിരമായി ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥനയ്ക്കായി ഇവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ വായട്ടുപറമ്പ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയ ഇടവകളാണ് കരുണാപുരം, അതുപോലെ തന്നെ കരുവഞ്ചാലിലെ കുറേ ഭാഗം, വെള്ളാട് പള്ളിയുടെ ഭാഗങ്ങൾ, വിളക്കന്നൂർ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വായട്ടുപറമ്പ് ഇടവകയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തുകയും ഒരുപാട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെയുള്ളത്. എല്ലാ നിയോഗത്തിനും നമ്മൾ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ആൾക്കാരുടെ വിശ്വാസം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഔസേപ്പ് പിതാവാണ് വായട്ടുറമ്പിലുള്ളത് എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തിരുനാൾ ദിവസങ്ങളിൽ ഇപ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ മാർച്ച് 17, 17, 18, 19 തീയതികളിൽ ഇവിടെ ആഘോഷിക്കുകയാണ്. വായട്ടുപറമ്പ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ലേശം ഉള്ളിലേക്ക് മാറിയാണ്ട് 1.5 കിലോമീറ്റർ ഉള്ളോട്ട് മാറിയാണ് വായട്ടുപറമ്പ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന കൂപ്പ് റോഡുകളൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പിന്നീട് എനിക്ക് തോന്നുന്നത് 1976 ഫാദർ ജോസ് മണിമണ്ഡലത്തറപ്പേലച്ചൻ വന്നതിന് ശേഷമാണ് വായട്ടുപറമ്പ് കവലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡും വീതി കൂട്ടി പണിതു. അതുപോലെ തന്നെ ഇപ്പോൾ മലയോര ഹൈവേ കടന്നു വരുന്നത് ഈ വഴി കൂടെയാണ്. മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് നേരത്തെ കരുവഞ്ചാൽ മുതൽ താഴത്തങ്ങാടി വഴി നടുവിലേക്കാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ മലയോര ഹൈവേ പള്ളി ടച്ച് ചെയ്ത് കടന്നു പോകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഔസേപ്പ് പിതാവിനോട് നമ്മൾ മുട്ടിപ്പായി അപേക്ഷിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥനയും അന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഫാദർ ജോൺ കണിയാമ്പാലക്കൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ് അന്ന് ഈ അലൈൻമെൻറ്റ് മാറ്റുകയും അതുപോലെ തന്നെ അലൈൻമെൻറ്റ് മാറ്റി ഹൈവേ വായട്ടുപറമ്പ് പള്ളിയെ ടച്ച് ചെയ്ത് കടന്നുപോയത്. കാരണം വേറെ ഒരു സ്ഥലത്തും മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറിയിട്ടില്ല. ഈ റോഡ് ഇതിലേ കൂടെ കടന്നു വന്നത് നമ്മുടെ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രത്യേകം ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ശതാബ്ദിയോടടുക്കുന്ന ഈ വർഷങ്ങളിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ കൂടുതൽ ആഘോഷപൂർവ്വം കൊണ്ടാടുവാനായി ആഗ്രഹിക്കുകയാണ്. ഈ വർഷം അതുകൊണ്ട് തന്നെ വായട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ 3 ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങളാണ്.
18-ാം തീയതി 17, 18, 19 തീയതികളിലാണ്. 18-ാം തീയതി കണ്ണൂർ രൂപതയുടെ മെത്രാൻ അഭിമന്യ അലക്സ് വടക്കന്തല പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലുള്ള ലത്തീൻ റീത്തിലുള്ള വിശുദ്ധ കുർബാന ഉണ്ടാകും. 19-ാം തീയതി പ്രധാന തിരുനാൾ ദിവസം മാനന്തവാടി രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ അലക്സ് താരാമംഗലം പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും കപ്പേളയിലേക്കുള്ള പ്രദക്ഷിണവും കപ്പേളയും നൊവേനയും നടത്തുന്നതാണ്. ഈ തിരുനാൾ 3 ദിവസങ്ങളിലും കപ്പേളയിൽ ആയിരിക്കും നൊവേന ഉണ്ടായിരിക്കുക. പ്രധാന തിരുനാൾ ദിവസം യോസേപ്പ് പിതാവിൻ്റെ പള്ളികളിൽ സാധാരണ നടത്താറുള്ളത് പോലെയുള്ള ഊട്ടുനേർച്ച ഈ വർഷം വളരെ ആഘോഷമായി നടത്തുന്നു. അനേകം ആയിരം ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്കും ഊട്ടുനേർച്ചയിലേക്കും. വായാട്ടുപറമ്പിൻ്റെ ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഇടപെടൽ അനുഭവിച്ചറിഞ്ഞ അനേകായിരം മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് വീണ്ടും വീണ്ടും ആളുകൾ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയാക്കുന്നത്. പുതിയ ഒരു ദേവാലയം, ഒരുപക്ഷെ നമുക്ക് 4ാമത്തെ ദേവാലയമെന്ന് പറയാവുന്ന മനോഹരമായൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായി, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ സഹായം വഴി നമ്മുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചെടുക്കാനായി ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.